ഹലോ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസത്തെ വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമേ വീട്ടിലുള്ള കുറച്ച് പേർക്ക് അമ്മയ്ക്ക്, അമ്മായി, സൂനൊക്കെ ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തു. എൻ്റെ ക്രിയേറ്റിവിറ്റി ആയിരുന്നു അത്. അത് കഴിഞ്ഞ് ഞാൻ കുക്കിംഗ് പരിപാടി തുടങ്ങി. ന്യൂസിലാൻഡിൽ ഞാൻ ഒരു ചിക്കൻ ബിരിയാണിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം കസിൻസ് എല്ലാവരും വരുവാണ്. അങ്ങനെ ലക്ഷ്മി ശ്രീകുട്ടിയും ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ബിരിയാണി പ്രിപ്പറേഷനിലാണ്. പക്ഷേ രസമായോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ആയില്ല. കാരണം ഞാനിവിടെ ഒരു കുറച്ച് പേർക്ക് ഉണ്ടാക്കുന്നതും അവിടെ ഒരു 10-15 പേർക്ക് ഉണ്ടാക്കുന്നതും വ്യത്യാസമുണ്ടല്ലോ. പിന്നെ ഞാൻ ഓരോ സംഭവം ഇടുമ്പോൾ അവർ പറയും ഇത് കൂടിപ്പോവോ, കുറഞ്ഞു പോവോ, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിൽ എന്നെ മൊത്തത്തിൽ അങ്ങോട്ട് വിട്ടില്ല. ഞാൻ കുറേ മസാല കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട്. പക്ഷേ കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് തന്നെ ഒരു വലിയ കാര്യം. അപ്പോൾ ആ സംഭവങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ മൈലാഞ്ചി ഇടാൻ പോയി. കാരണം ഞാൻ ലക്ഷ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ലക്ഷ്മി നന്നായിട്ട് മൈലാഞ്ചി ഇടാറുണ്ട്. അപ്പോൾ എപ്പോഴും ഏത് ഫംഗ്ഷൻ ആണെങ്കിലും നമ്മുടെ കയ്യിലിടുന്നത് ലക്ഷ്മി ആയിരിക്കും. പക്ഷേ ഞാൻ അവൾക്കിങ്ങനെ ഒരുപാട് അവസരം കൊടുത്തില്ല. കാരണം എനിക്ക് ചെറിയ ഡിസൈൻ മതി എന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ ന്യൂസിലാൻഡിൽ തന്നെ ഞാൻ എപ്പോഴും അവൾക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കുമായിരുന്നു. ഇത് മതി അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവളുടെ ക്രിയേറ്റിവിറ്റി എൻ്റെ കയ്യിൽ കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടമുള്ള പോലെ തന്നെ അവൾ ചെയ്തു തന്നു. സമയം കൊണ്ട് ശ്രീകുട്ടി വൈഷ്ണവിയെ ഡാൻസ് പഠിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ ആ തലേദിവസം നമ്മുടെ ഹാളിൻ്റെ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് എടുക്കാനുള്ള ഒരു റീലിന് വേണ്ടിയിട്ട് വൈഷ്ണവിയെ പഠിപ്പിക്കുകയായിരുന്നു ശ്രീകുട്ടി. അപ്പോൾ അതൊക്കെ ഇപ്പം കാണാം. കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേർ സെറ്റ് കഴിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് റൈറ്റ് ഹാൻഡിലും കൂടെ മൈലാഞ്ചി ഇടേണ്ടത് കൊണ്ട് ബാക്കിയുള്ളവർ കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അപ്പം ഞങ്ങൾ കഴിക്കുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ. കാരണം എന്തായാലും എൻ്റെ ചിക്കൻ ബിരിയാണി ആണല്ലോ കഴിക്കുന്നത്. പിന്നെ അടയ്ക്കാപുത്തൂർ എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഗസ്റ്റ് വന്നാലും നമ്മൾ ഇലയിലാണ് കൂടുതലും ഭക്ഷണം വിളമ്പാറുള്ളത്. ചില ഒക്കേഷനിൽ മാത്രമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇലയിൽ വിളമ്പില്ലല്ലോ അധികം. അപ്പോൾ ഉച്ചയ്ക്ക് എപ്പോഴും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇലയിൽ തന്നെയാണ്. മുത്തശ്ശൻ പോയി ഇല വെട്ടിക്കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ അവിടെ കഴിക്കും. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു ചിട്ടയല്ല, എന്താ അവിടുത്തെ ഒരു റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കഴിഞ്ഞതും ഞാൻ പറഞ്ഞ പോലെ ഞാൻ മൈലാഞ്ചി ഇടാൻ തുടങ്ങി. റൈറ്റിൽ കണ്ണനാണ് വീഡിയോ എടുത്തിരുന്നത്. അവൻ ഇത്ര നന്നായി വീഡിയോ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞതും നമ്മുടെ ബാക്കി ആൾക്കാരൊക്കെ വന്നു. സൂം ചന്ദ്രലിച്ചയാണ് ഉണ്ടായിരുന്നു. പിന്നെ അഞ്ജലി ചേച്ചിയെ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. സുധീഷ് വലിച്ചിയും സുജവലമ്മയും വൈഷ്ണവിയും ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയാകുമ്പോഴേക്കും തന്നെ. അത് കഴിഞ്ഞിട്ട് വന്നവരാണ് സുനി വല്യമ്മ, ദാസവലിച്ച, രാജവലിച്ച, ധന്യ വല്യമ്മ. ഇതൊക്കെ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ലായിരിക്കും. കാരണം ഒരുപാട് വലിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ. എൻ്റെ അമ്മയുടെ ഫാമിലി ഭയങ്കര ചെറുതും അച്ഛൻ്റെ ഫാമിലി ഭയങ്കര വലുതുമാണ്. അപ്പോൾ ആ ഇരിക്കുന്നതാണ് മുത്തശ്ശൻ്റെ അടുത്തുള്ളതാണ് ദാസവലിച്ച. അതിൻ്റെ അപ്പുറത്ത് സുനി വല്യമ്മ. ഇപ്പം കാണാം അമ്മ അവർക്ക് ഡ്രസ്സെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് സുനി വല്യമ്മ. അപ്പം ധന്യ വല്യമ്മ അതിൻ്റെ ഡ്രസ്സിൻ്റെ ബാക്കിലായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ബാക്കി ഇത് രാജവല്ലിച്ച, മറ്റേത് സുധീഷ് വല്ലിച്ച. അപ്പോൾ ഇവരെല്ലാം ശ്രീകുട്ടിക്ക് കാർഡ്സ് കളിക്കാൻ അറിയില്ലായിരുന്നു. കാർഡ്സ് കളിക്കാൻ പഠിച്ചതിന് ശേഷം അവൾക്ക് അതിൻ്റെ പ്രാന്താണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇവർ മൂന്നുപേരും കൂടെ കാർഡ്സ് കളിക്കാണ്. രാജവല്ലിച്ചയ്ക്ക് അങ്ങനെ കാർഡ്സ് കളിക്കാൻ അറിയില്ലെന്ന് അപ്പോഴാണ് ആ സത്യം ഞാൻ അറിഞ്ഞത്. അപ്പോൾ രാജവല്ലിച്ച സഹായിക്കുകയാണ്. ഇതൊക്കെ അച്ഛൻ്റെ ഏട്ടന്മാരാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് വീഡിയോയിൽ ഞാൻ ഇവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാൻ ആരാ എന്താണെന്ന് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ് എൻ്റെ വീഡിയോസ് എടുക്കാൻ പോയി. അപ്പോൾ ലക്ഷ്മിക്ക് ഒരു കള്ളത്തരം ഞാൻ എവിടെയോ മണത്തിട്ടുണ്ടായിരുന്നു. അഞ്ജലി ചേച്ചി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ സംഭവം എത്തിയത്. കുറച്ച് എൻ്റെ റിയാക്ഷൻ ഓവറാണെന്ന് തോന്നുന്നു, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ മനസ്സിലായല്ലോ, കുട്ടുവേട്ട ലാൻഡ് ചെയ്തിരിക്കുകയാണ്. കുട്ടുവേട്ട അപ്പോട്ടെ ഉണ്ടാവില്ല, അമ്മുചേച്ചി ഓൾറെഡി ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞുകൊണ്ട് എനിക്കത് ഞാൻ ഓക്കെയാണ്. കാരണം എനിക്ക് ഓൾറെഡി ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോട്ട ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞ് അപ്പോട്ട ഒരു ആഴ്ചയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കി, പക്ഷേ ലീവ് കിട്ടിയില്ല. അപ്പോൾ അതെനിക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കി. പക്ഷേ അപ്പോട്ടയുടെ കല്യാണത്തിന് ഞാനും പോയില്ല. എൻ്റെ ഈ ഒരു എൻഗേജ്മെൻറ്റ് കാരണം, അതുപോലെ അപ്പോട്ടയുടെ കല്യാണം കാരണം എൻ്റെ എൻഗേജ്മെൻറ്റും പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ കുട്ടുവായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അപ്പം തന്നെ എനിക്ക് അറിയാം കുട്ടുവായിട്ട് എങ്ങനെയൊക്കെ പോയാലും വരാൻ ചാൻസ് ഉണ്ടെന്ന്.
പക്ഷേ ഇടയിൽ തോന്നി ഉണ്ടാവില്ല, കാരണം ഞാനിങ്ങനെ വിചാരിച്ചിട്ട് എനിക്ക് അവസാനം വിഷമം വരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ വിചാരിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി വരാൻ ചാൻസ് ഉണ്ട്, കാരണം കുട്ടിയോട്ട് എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കുന്നില്ല. ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കും എൻഗേജ്മെൻറ്റിന് ഓരോ മുക്കും മൂലയും പറഞ്ഞ പോലെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരാൾ ചോദിക്കാതായപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വൈഷ്ണവി ഒരു ഹിൻഡ് തന്നു. ഞാൻ അന്ന് മൈലാഞ്ചി ഇടുന്ന സമയത്ത് അവളുടെ വായെന്ന് അറിയാതൊരു ചെറിയ രീതിയിൽ പുറത്തേക്ക് വന്നപ്പം ലക്ഷ്മി ശ്രീകുട്ടിയും അവരുടെ ഐ കോണ്ടാക്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എന്തോ സംഭവം നടക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇതൊന്നുമല്ല അതിൻ്റെ സംഭവം. ലക്ഷ്മി ശ്രീകുട്ടി ആദ്യം വന്ന സമയത്ത് ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു കുട്ടുവേട്ട വരുമില്ലേന്ന്. അപ്പം തന്നെ ലക്ഷ്മിക്കൊരു എന്താ പറയുക, അവൾ ഷോക്കായി, ഇതെങ്ങനെ മനസ്സിലായി എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ ഇതൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ സൂനൊരു സംശയം ഉണ്ടായിരുന്നു. ഞാനും സൂവും കൂടെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, കുട്ടിയുടെ വരുമോ വരില്ലയോ അങ്ങനെയുള്ളൊരു സംഭവം. അതുകൊണ്ടാണ് ഈ അഞ്ജലി ചേച്ചി ഇടയ്ക്ക് ഓരോ കളത്തരം പറഞ്ഞ് ലേറ്റ് ആവുന്നു വരാൻ. ഇല്ലെങ്കിൽ ലക്ഷ്മിയുടെയും ശ്രീകുട്ടിയുടെയും കൂടെ വരേണ്ട ആളായിരുന്നു. അപ്പോൾ പക്ഷെ അവർ എക്സിക്യൂട്ട് ചെയ്തത് ലക്ഷ്മിയുടേന്നും അഞ്ജലി ചേച്ചിയുടേന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാനത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടിയോട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഇറങ്ങി. അതൊക്കെ കണ്ടല്ലോ അല്ലേ, ഞാൻ കഥ പറയുന്നതിൻ്റെ അടുത്ത് എനിക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഇറങ്ങി. കുട്ടിയോട്ട വന്ന സ്ഥിതിക്ക് കുട്ടിയോട്ടയും ഉണ്ടായിരുന്നു തലേദിവസം. ഞങ്ങളുടെ പ്ലാനിൽ കുട്ടിയോട്ട ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അങ്ങനെ 2 റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ട്രാൻസിഷൻ ചെയ്യാന്നുള്ളൊരു സംഭവത്തിലായിരുന്നു. പക്ഷേ ട്രാൻസിഷൻ എടുത്തെങ്കിലും ആദ്യത്തെ സാധനം എടുത്തെങ്കിലും മറ്റേ സാധനം എടുത്തില്ല. അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. നിങ്ങൾ എപ്പോൾ എന്ത് പരിപാടി പ്ലാൻ ചെയ്താലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലത് നടക്കും, ചിലത് നടക്കുകയില്ല. പിന്നെ അറിയില്ല ഇതൊക്കെ പുറത്ത് വരൂ ഇല്ല എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ശ്രീകുട്ടിയുടെ കുറേ ഐഡിയകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം വേണമായിരുന്നു ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ മാറി റെഡിയായി നമ്മുടെ ഡാൻസ് പഠിച്ച റീൽസ് എടുക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ ഓരോരുത്തരും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് കടയിൽ പോയി ഞാൻ ഡ്രസ്സ് ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഐഡിയ തോന്നി നമ്മളെല്ലാം സെയിം ഡ്രസ്സ് എടുക്കാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇപ്പം കാണാം. ഇതൊരു ഗേൾസ് ട്രിപ്പ് പോലെ ആണോ എന്ന് ചോദിച്ചാൽ ലൈറ്റായിട്ടാണ്. കാരണം കുട്ടുവേട്ട ഉണ്ടെങ്കിലും നമ്മുടെ റൂമിൽ കുട്ടുവേട്ട എപ്പോഴും നമ്മൾ പറയുന്ന സാധനങ്ങൾ വാങ്ങിക്കാനും പോകാനൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രം സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടുവേട്ട ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഗേൾസ് ഫീൽ കിട്ടി. നമുക്ക് പ്രത്യേകം എടുത്തു പറയട്ടത്, ഞങ്ങളുടെ സിസ്റ്റർ ഇൻ ലോസ് വരുന്നു. അവർക്ക് അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല, ഈ ഏടത്തി അമ്മമാർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുന്നത് എപ്പോഴും ഞങ്ങൾ പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ മാമിയും അമ്മായും കണ്ണനൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എവിടേക്കോ മാറിപ്പോയി. ഞങ്ങൾ സിദ്ധുവിനെ വെയിറ്റ് ചെയ്യുകയാണ്. സിദ്ധുവും ഫ്രണ്ട്സും കുറച്ച് കസിൻസും കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് വേറെ അടുത്തുള്ളൊരു ഹോട്ടലിലാണ് റൂമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബോയ്സ് ടീം നമുക്ക് കാണാം. ഇവിടെ സിദ്ധുവിനും അറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല സിദ്ധുവിൻ്റെ അടുത്ത് കുട്ടിയേട്ട വന്നു എന്നുള്ള കാര്യം. അപ്പോൾ സിദ്ധുവിൻ്റെ റിയാക്ഷൻ ഇപ്പം കാണാം. നമ്മുടെ ഡാൻസ് എടുത്തു തന്നത് നമ്മുടെ പൊന്നൂസാണ്. അപ്പോൾ കുട്ടിയോട്ടാണ് അത് എടുത്തു തുടങ്ങിയത്. പക്ഷേ കുട്ടിയോടേക്ക് ഭ്രാന്ത് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ നൈസായിട്ട് ഇവനെ വിളിച്ചു. അവൻ സമാധാനത്തിൽ എല്ലാത്തിലും എടുത്തു തന്ന് അങ്ങനെ ആ ടീം പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു.
ഈ സംഭവം ഞങ്ങൾ 3 പേരും ചെയ്യാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്ത് എടുത്തു തുടങ്ങിയത്. പിന്നെ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലൊക്കെ. അപ്പോൾ അത് കുറച്ച് റീച്ചൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി ബാക്കി പരിപാടികൾ, ഫ്രഷ് ആവൽ, നാളെ രാവിലെ എണീക്കണം എന്നൊക്കെ വിചാരിച്ച് പോയി. പക്ഷെ നമുക്ക് കഴിക്കണമായിരുന്നു. ഈ ഒരു ട്രാൻസിഷൻ ചെയ്യാൻ നോക്കി, പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എടുത്തില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ ഗെയിംസൊക്കെ കളിച്ചു. ഈ ഗെയിംസിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അവിടെ പോയിട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഇൻസ്റ്റയിൽ റീൽസൊക്കെ നോക്കുമെങ്കിലും ഇത് എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. പിന്നെ ബാക്കി അഞ്ജലി ചേച്ചിക്കും അതുപോലെ വൈഷ്ണവിക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു. മുല്ലപ്പൂ എല്ലാം റെഡിയാണ്. അങ്ങനെ നൈറ്റിൽ വീണ്ടും ട്രൂത്ത് ഓർ ഡെയറൊക്കെ കളിച്ചു. അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ മെയിൻ കളിയാണ് ട്രൂത്ത് ഓർ ഡെയർ. അപ്പം നമ്മൾ എപ്പോഴും അവളെ കളിയാക്കാറുണ്ട്. അപ്പം ഡെയർ കൊടുത്തായിരുന്നു അപ്പുവട്ടെ വിളിക്കാനായിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 4 പേരും ഒരു റൂമിലായിരുന്നു. ഞാൻ, വൈഷ്ണവി, ലക്ഷ്മി, ശ്രീകുട്ടി. അപ്പം ഞങ്ങളുടെ ഒരു ഗുഡ് നൈറ്റോട് കൂടെ ഈ ഒരു വ്ളോഗ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് സൗണ്ട് കൊടുക്കുമ്പോഴും. കാരണം എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് കസിൻസ് ആണെങ്കിലും എനിക്ക് കിട്ടിയ കസിൻസ് എല്ലാം എൻ്റെ ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു എന്താ പറയുക, ഈ വ്ളോഗിൽ എനിക്ക് ഇടാൻ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വ്ളോഗ് എൻഗേജ്മെൻറ്റ് വ്ളോഗ് ആയിരിക്കും. വലിയ വ്ളോഗൊന്നുമല്ല, കുഞ്ഞ് വ്ളോഗ്. ലക്ഷ്മിയും ശ്രീകുട്ടിയൊക്കെ എവിടേക്കോ എടുത്തത് മാത്രം. കാരണം അവരും ബിസി ആയിരുന്നു. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.